ഗുഡ് ഈവനിങ്. ഇന്ന് April 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് നമ്മൾ പറയുന്നത് അത് ഒരു വളർച്ചാ വികാസത്തിൽ തലച്ചോറിനുണ്ടാകുന്ന ഒരു വൈകല്യമാണ് ഓട്ടിസം എന്ന് പറഞ്ഞാൽ. അത് കുഞ്ഞുങ്ങളുടെ ആശയവിനിമയത്തെയും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തെയും അവരുടെ ഭാഷാ വൈകല്യത്തെയും അതുപോലെ തന്നെ അവർ ആവർത്തിച്ചോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ 1 വയസ്സ് കഴിയുന്ന കുഞ്ഞുങ്ങളെ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം മാതാപിതാക്കൾ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങൾ അവർ റിപ്പീറ്റഡായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ഉള്ളിലേക്ക് തന്നെ ഉൾവലിഞ്ഞു പോകുന്നൊരു പ്രകൃതമാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് മറ്റുള്ള കുഞ്ഞുങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ കളിക്കാനുണ്ടെങ്കിൽ അവരോട് കൂടാതെ ഒറ്റയ്ക്ക് പോയിരുന്ന് കളിക്കുക. അവരുടെ ചില കളിപ്പാട്ടങ്ങളോട് മാത്രം അവർക്കൊരു അടുപ്പം തോന്നുക. അവർക്ക് അതിനോട് മാത്രമേ ഒരു അഫെക്ഷൻ ഉണ്ടാകത്തുള്ളൂ, ഒരു അത് മാത്രം എപ്പോഴും എടുത്തുകൊണ്ട് നടക്കും ആ ആ കളിപ്പാട്ടം മാത്രം. പിന്നെ ചില കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് റെപ്പറ്റീഷൻ ആയിരിക്കും അതിനകത്ത് കാണുന്നത് തന്നെ. അതുപോലെ തന്നെ അവരുടെ നമ്മളിപ്പോൾ ഫേസ് ടു ഫേസ് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നുണ്ടോ, നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ മുഖത്തോട്ട് നോക്കുന്നുണ്ടോ, അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓട്ടിസത്തിനകത്ത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേരൻസ് കുഞ്ഞുങ്ങളെ ജനിച്ച് 1 വയസ്സ് തൊട്ട് നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിനിപ്പം എന്താ കാരണമെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഓട്ടിസം ശരിക്കും ഒരു ജനറ്റിക് ഫാക്ടറാണോ അതോ എൻവയൺമെൻറ്റൽ ഫാക്ടറാണോ മുഖാന്തരമാണോ ഈ ഓട്ടിസം വരുന്നതെന്ന് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു തത്വമാണ്. പിന്നെ 100 കുഞ്ഞുങ്ങളിൽ ഒരാൾക്കെങ്കിലും ഇന്ന് ഓട്ടിസം ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ പഠനം അനുസരിച്ച് പറയുന്നത്. ഓട്ടിസം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും നമ്മൾ ഒരുപോലെ തന്നെ ചേർത്ത് നിർത്തണം. ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെ ഒരിക്കലും ആരുടെയും കുറ്റം കൊണ്ടല്ലല്ലോ ആർക്കും ഓട്ടിസം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഭിന്നശേഷിയുള്ള അതായത് നമ്മൾ സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയുന്ന ആ കൂട്ടത്തിലെ ഒരു വിഭാഗം മാത്രമാണ് ഈ ഓട്ടിസം എന്ന് പറഞ്ഞാൽ. സെറിബ്രൽ പാൽസി അങ്ങനെ പലതരം വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തണം. പേരൻസിനോട് പറയേണ്ടത് അവരാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് പേരൻസാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പീഡിയാട്രിഷ്യനെ കൊണ്ട് കാണിക്കണം. അവിടുന്ന് അവർ സൈക്കോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് അങ്ങനെ അവരത് ഇത് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടോ ഇല്ലേ ഒരു കുട്ടിക്ക് എന്നുള്ളത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റത്തുള്ളൂ. ഏത് കുഞ്ഞിനായാലും, അതായത് ഏതൊരു സ്പെഷ്യൽ ഏബിൾഡ് കുഞ്ഞിനായാലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ടൈം എപ്പോഴും സ്പെൻഡ് ചെയ്യണം. ഈ കുഞ്ഞ് ഏത് അവസ്ഥയിലാണല്ലോ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനക്കരുത്ത് ഒരു പേരൻറ്റിനുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കുഞ്ഞിനെ അംഗീകരിച്ച് അവളുടെ ആ കഴിവുകൾ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓട്ടിസം ആയാലും ഏത് കുഞ്ഞായാലും നമുക്കൊരു സ്പെഷ്യൽ ഏബിൾഡ് കുഞ്ഞുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കഴിവ് ആ കുഞ്ഞിനുണ്ടായിരിക്കും. ആ കഴിവ് നമ്മൾ കണ്ടുപിടിക്കണം. അത് പേരൻസാണ് അത് ചെയ്തേണ്ടത്. അപ്പോൾ നമ്മൾ പേരൻസിനെ ധൈര്യപ്പെടുത്തണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറയണം. പിന്നെ അതുപോലെ തന്നെ അവരുമൊത്ത് നമ്മൾ കളിച്ചും ചിരിച്ചും ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അതിലൂടെ ശ്രദ്ധിക്കുകയും ചെയ്യണം. എന്തേലും നമുക്ക് അത് ഓട്ടിസമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പീഡിയാട്രിഷ്യനെ കാണിച്ച് അതുപോലെ തന്നെ മറ്റുള്ള മുമ്പോട്ടുള്ള സൈക്കോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് അങ്ങനെ പോയി കാണണം. കണ്ടുപിടിച്ച് അതിൻ്റേതായിട്ടുള്ള അതായത് ഇപ്പോഴത്തേന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഇപ്പോൾ 6 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് സ്കൂളിൽ ചേർക്കുമല്ലോ. 6 വയസ്സാകുമ്പോൾ സ്കൂളിലൊക്കെ ചേർക്കുമ്പം ഏത് സ്പെഷ്യലി ഏബിൾഡ് കുഞ്ഞാണേലും ഓട്ടിസം ഉള്ള കുഞ്ഞിനെയും എവിടെ ചേർക്കണം എന്നറിയാവോ? ഗവൺമെൻറ് സ്കൂളിൽ സാധാ സ്കൂളിൽ ചേർക്കണം. ഇപ്പം സ്കൂളുകൾക്ക് സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി എന്നിവ സൗകര്യങ്ങൾ കൂടെ ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് കാട്ടുമാറാകണം. അതിന് വേണ്ടിയിട്ട് കാരണം നമ്മുടെ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി ഒക്കെ കൊടുത്താണ് നമ്മൾ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത്.
അത് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ മുഖാന്തരം മാത്രമേ അത് പറ്റത്തുള്ളൂ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 1 വയസ്സ് തൊട്ട് നമ്മൾ ശരിക്കും നോക്കിയാൽ മാത്രമേ നേരത്തെ എത്രത്തോളം ഏർലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രത്തോളം കുഞ്ഞിനെ നല്ല ബെറ്ററാക്കി നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. താങ്ക് യു. കുഞ്ഞുങ്ങളെ എപ്പോഴും ചേർത്ത് നിർത്തുക, ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അവരോട് കൂടെ ഉണ്ടാകുക. ആരുടെയും തെറ്റുകളും കുറ്റങ്ങളും കൊണ്ടല്ല കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഓട്ടിസം സ്പെഷ്യൽ ഏബിൾഡ് ആയി പോകുന്നത്. എപ്പോഴും അവർക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുക. താങ്ക് യു.